നിസ്കാരം നിലനിർത്തുമോ എന്ന് പെങ്ങന്മാരോട് ചോദിക്കുകയാ. ഇന്ന് ഓരോ സഹോദരിമാരും നമസ്കാരത്തെ നെവർ മൈൻഡ് ആയിട്ട് കാണുകയാ. ഒരു ഭർത്താവ് തന്റെ ജീവിതത്തിൽ വരുന്നില്ല, വയസ്സ് 25 കഴിഞ്ഞു, അവസാനം സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് ചോദിച്ച് സുന്നത്ത് നോമ്പ് പിടിച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ച് ഒരുപാട് ദുആ ചെയ്ത് ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ട് അവസാനം തനിക്ക് വേണ്ടി തന്റെ ജീവിതത്തിലേക്ക് ഒരു മാരം കടന്നു വരുന്നു. തന്റെ പ്രിയപ്പെട്ട വരൻ, തന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനം, തന്റെ രാജകുമാരനാകട്ടെ നിശ്ചയിക്കപ്പെട്ട വരൻ തന്റെ ജീവിതത്തിൽ കടന്നു വരികയാ. താൻ ഇത്രയും നാള് നിസ്കരിച്ചതിന് ഫലമുണ്ട്, താൻ ഇത്രയും നാള് നോമ്പ് പിടിച്ചതിന് ഫലമുണ്ട്. അങ്ങനെ തന്റെ ജീവിതത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാരന് കല്യാണത്തിന്റെ ദിവസം എത്തി. ആ കതിർ മണ്ഡപത്തിലേക്ക് രാവിലെ 8:40 മുഹൂർത്തം നോക്കിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി. എന്നിട്ട് നേരെ കതിർ മണ്ഡപത്തിൽ ചെന്നിരുന്നു. അന്ന് ഉച്ചയ്ക്ക് 12:30 മണിക്ക് പള്ളിയിൽ വെച്ച് നിക്കാഹ് നടക്കുന്നു. ഒരുപാട് നിസ്കരിച്ചതിന് അല്ലാഹു തന്ന കൂലി, ഒരുപാട് നോമ്പ് പിടിച്ചതിന് പടച്ചോൻ തന്ന കൂലി. 12:30 കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ജനങ്ങൾ വന്നു. തന്റെ കൈവെള്ളയിലേക്ക് മഹറുമാല തന്നു. തന്റെ ജീവിതത്തിന്റെ വരനായി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒന്ന് ചോദിക്കട്ടെ എന്റെ വേങ്ങറയിലെ പെങ്ങളെ, നമസ്കരിച്ച് അല്ലാഹുവിനോട് നിങ്ങൾ ഓരോരുത്തരും തേടി നിങ്ങൾക്കൊരു ജീവിതം കിട്ടുമ്പോ, കല്യാണത്തിന്റെ അന്ന് കതിർ മണ്ഡപത്തിൽ വെച്ച് ളുഹർ നിസ്കരിക്കുന്ന ഏത് പുതിയ പെണ്ണാ നമ്മുടെ നാട്ടിലുള്ളത്? കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിച്ച പുതിയ പെണ്ണ് നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടാവൂല ഉറപ്പല്ലേ. കാരണം രാവിലെ 9 മണിക്ക് ഇടുന്ന പുട്ടിയാണ്. അതെല്ലാം കഴുകി കളഞ്ഞ് ഒളുവെടുത്താൽ മുഖത്തിന്റെ കാന്തി പോകും, മുഖത്തിന്റെ സൗന്ദര്യം പോകും, മുഖത്തിന്റെ ഭംഗി പോകും, ആകാര സൗട്ടവം പോകും. അതുകൊണ്ട് ഞാൻ ഒളുവെടുക്കുന്നത് എങ്ങനാ? അല്ലെങ്കിൽ ഞാൻ വിളിച്ച ആളുകളൊക്കെ ഓടിക്കൂടി എല്ലാവരും കല്യാണത്തിന് വന്നിരിക്കുമ്പോ എനിക്കെന്ത് നിസ്കാരമാ? അതൊക്കെ വല്ലാത്തൊരു മാമൂലായി പോയില്ലേ? ഇതെല്ലാം ഉസ്താദുമാർക്കും ഹാജിയാക്കന്മാർക്കും മുഅദ്ദിന്മാർക്കും പറഞ്ഞതല്ലേ എന്ന് ചിന്തിച്ചിട്ട് കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന ഏത് പുതിയ പെണ്ണാ ഉള്ളത്? പറ. അസർ നിസ്കരിക്കോ 3:30 മണിക്ക് ഒരു കള്ളക്കരസിലോട് കൂടി വണ്ടിയിൽ കയറുകയാണ്. പുതിയാപ്പളയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയി. അവിടെ എത്തുമ്പോഴേക്ക് 6 മണിയായി. അസർ പോയി. 6 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്തെ താത്ത, ഇപ്പുറത്തെ മാമി, കൊച്ചുമ്മ ഈ കല്യാണത്തിനൊന്നും വരാതെ സുഖമില്ലാതെ കിടക്കുന്ന ആളുകളൊക്കെ പെണ്ണിനെ കാണാൻ വേണ്ടി വരുന്നത് അപ്പോഴാണ്. അവളെ സാരി പിടിച്ചു നോക്കി, അവളുടെ മഹറുമാല തൊട്ട് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞ് ഇത് പറയത്തക്ക രീതിയിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് 6:30 മണിയാകുമ്പോ മഗ്രിബിന്റെ ബാങ്ക് കേട്ടു. അസർ നിസ്കരിച്ചോ? നിസ്കരിച്ചില്ല. മഗ്രിബ് കഴിഞ്ഞ് മഗ്രിബിന്റെ സമയം ബാങ്ക് കൊടുത്ത് പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് ഫസ്റ്റ് രാത്രി, ആദ്യ രാത്രിയിലേക്ക് വരുന്നു, തിരിക്കുന്നു. യാത്ര ചെയ്ത് പോകണം. മഗ്രിബ് നിസ്കരിച്ചോ? ഇല്ല. വീട്ടിൽ വന്ന് ക്ഷീണിതയായ പെണ്ണ് ഇശാ നിസ്കരിക്കും ചിലപ്പോ, അതും ഉറപ്പില്ല. ആ നിലയിൽ ഇന്നലെ വരെ സുജൂദിൽ കിടന്ന് അള്ളാഹു തനിക്കൊരു മാരനെ കൊടുത്തപ്പോ കല്യാണത്തിന്റെ അന്ന് തന്നെ നിസ്കാരം മുടക്കുന്ന പെണ്ണുങ്ങൾ. ഞാൻ ആക്ഷേപിക്കുകയല്ല, വിമർശിക്കുകയാണ്. നമസ്കാരം എന്ന് പറയുന്നത് അല്ലേ, നമസ്കാരം പണ്ട് നിസ്കാരത്തിന് മഴയില്ലാതെ കഷ്ടപ്പെട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്നപ്പോ പള്ളിയിൽ സജീവമായി. എന്താ കാര്യം? ഞാൻ നിസ്കാരം തുടങ്ങണ്ടേ, മഴ വല്ലതുകൊണ്ടോ? മഴയില്ല, എന്റെ ദോഷം കൊണ്ടാണ് മഴ കിട്ടാത്തതെങ്കിലോ, അതുകൊണ്ട് പള്ളിയെ ശരണം, എപ്പോഴും പള്ളിയോട് പള്ളി. അവസാനം അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങിയപ്പോ പിറ്റുന്ന പോലെ പള്ളി കാണാനില്ല. എന്താ പള്ളി വരാത്തത്? മഴയല്ലേ, പിന്നെങ്ങനെ വരും? മഴയത്ത് പള്ളിയിൽ എങ്ങനെ വരും? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നോ ആ കാര്യം അല്ല തന്നാ നേരെ പാലം നടക്കോളം നാരായണ, പാലം കടന്നാൽ ഊരായണ. ആ തത്വം പറ്റില്ല. അല്ല പറയുന്നു നിങ്ങൾക്ക് ഭക്ഷണം വേണോ? നിസ്കരിക്കുക. അപ്പൊ ചോദിക്കും, ഇന്ന് വരെ ഞാൻ കാറ്റടിച്ച് വീണാ പോലും പടിഞ്ഞാറ് വീണിട്ടില്ല, അല്ല എനിക്ക് ഒരു മുട്ടും തന്നില്ല ഉസ്താദെ, എന്തിനാ ഈ തള്ളി മറിക്കുന്നേ?
നിസ്കാരം ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടൂല എന്നൊക്കെ പറയുന്ന വെറുതെയാ. ഞാൻ ഇന്നുവരെ നിസ്കരിച്ചിട്ടില്ല, ഇന്നുവരെ ഞാൻ നിസ്കരിച്ചിട്ടില്ല, എനിക്ക് ഒരു മുട്ടും അല്ല തന്നിട്ടില്ല. അത് അള്ളാഹു നിനക്ക് എവിടെയോ മുട്ട് തരാൻ വേണ്ടിയിട്ട് ഇപ്പൊ അള്ളാഹു താല ഇങ്ങനെ തട്ടി തന്നോണ്ടിരിക്കുന്നതാ. നിന്നെ പിടിക്കുവല്ല. ഇതിന് പറയുന്നത് മുഫസ്സിരീങ്ങൾ ഇസ്തിദ്റാജ് എന്നാണ്. ചൂണ്ടയിട്ട് പിടി, ചൂണ്ടയിട്ട് പിടി. ചൂണ്ടയിടാൻ പോകുന്നവൻ ചൂണ്ട എറിഞ്ഞ ഉടനെ വലിച്ചെടുക്കില്ല. മീൻ കൊത്തിയെന്ന് ഉറപ്പ് വരുമ്പോ അല്പം കൂടി നൂല് അയച്ചിട്ട് കൊടുക്കും. കൊത്തിക്കോ, ഇഷ്ടം പോലെ കൊത്തിക്കോ. കൊത്തിയെന്ന് ഉറപ്പ് വരുമ്പോ ഒരു പിടി അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ടാ. അള്ളാഹു നിനക്ക് ഇങ്ങനെ വാരിക്കോരി തരും. പടച്ചോ ഇല്ല എന്ന് പറയുമ്പം 2 പ്ലേറ്റ് ബിരിയാണിയും കൂടെ തരും. അള്ളാഹ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചമ്മന്തിയും ചോറുമായിരിക്കും തരിക. ഇതെന്തിനാ അള്ളാഹ് തരുന്നത്? നിന്നൊരു പിടി പിടിക്കാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ അള്ളാഹു വെച്ച ഡിമാൻഡ് നിസ്കരിക്കുക. രണ്ടാമത്തേത്, നിങ്ങൾക്കറിയോ, നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ മഴയില്ലാതായാൽ നമ്മൾ ചെയ്യുന്നത് മഴയെ തേടിയുള്ള നിസ്കാരമല്ലേ? എന്താ കാര്യം? എന്താണ് കാര്യം? മഴയില്ലെങ്കിലും മഴയെ തേടി നിസ്കരിക്കുക ചെയ്യുന്നത്. അന്ന് നല്ല തിളങ്ങുന്ന വസ്ത്രങ്ങളല്ല ഇടേണ്ടത്. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ആണും പെണ്ണും മൃഗങ്ങളും എന്തൊക്കെ വീട്ടിലുണ്ടോ അതെല്ലാം കുട്ടികളടക്കം നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് റബ്ബിനോട് ചോദിക്കണം, പടച്ചോനെ ഈ മൃഗങ്ങളെങ്കിലും കാണിച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കണം, ഞങ്ങൾക്ക് വെള്ളം തരണം. മഴയെ തേടി നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടി നിസ്കരിച്ച് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. എന്തിന്? മഴ പെയ്താലേ ഭൂമി സസ്യങ്ങൾ മുളപ്പിക്കും. മഴ പെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സസ്യങ്ങൾ മുളക്കില്ല. സസ്യങ്ങൾ മുളച്ചില്ലെങ്കിൽ ധാന്യമണികൾ കിട്ടില്ല. കിട്ടാതെ വന്നാൽ നമുക്ക് പട്ടിണിയാവും. ആ പട്ടിണി മാറ്റാൻ മഴ പെയ്യണം. മഴ പെയ്യാൻ മഴ തടസ്സമായാൽ അതിനുള്ള പരിഹാരം മഴയെ തേടിയുള്ള നിസ്കാരമാണ്. അതാണ് നിസ്കാരത്തിന്റെ മഹത്വം. നമ്മൾ നിസ്കരിക്കുക, അല്ലാഹ് ഭക്ഷണം തരും. ഇനി നിങ്ങൾ കേട്ടോ, മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുമായിരുന്നു. ആരും കാണാതെ രാത്രിയുടെ 3-ാം യാമത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കുമായിരുന്നു. ആരുടെ കഥയാണ് പറയുന്നത്? മഹാനായ ധീരനായ വില്ലാളി വീരനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കും പാതിരാത്രിയിൽ. എന്നിട്ട് അവസാന സമയമാകുമ്പോ, സുബഹിനോട് അടുക്കുന്ന സമയമാകുമ്പോ തന്റെ കുടുംബത്തെ പോയി കുലുക്കി വിളിക്കുമായിരുന്നു. തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് അവരോട് പറയുന്നത് അസ്സലാ അസ്സലാ. ഇങ്ങനെയാ ഉമർ തങ്ങൾ പറയുന്നത്. ഉമർ തങ്ങൾ പറയുമായിരുന്നു, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത കാര്യമായത്, ഓരോരുത്തരെയും കുടുംബത്തിലെ ഭാര്യയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് എഴുന്നേക്കു, നിസ്കരിക്കൂ 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 എന്ന് പറയുക മാത്രമല്ല, ഈ ആയത്ത് കൂടി ഓതുമായിരുന്നു. വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ നഹ്നു ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. ഈ ആയത്ത് ഓതിയിട്ടാണ് ഉമർ തങ്ങൾ കുടുംബത്തെ വിളിച്ചുണർത്തിയിരുന്നത്. ഇനി അറിയണോ, ഇമാം മുസ്നി റളിയല്ലാഹു തആല അൻഹു. ആരാ ഇമാം മുസ്നി എന്നറിയോ? ഇമാം മുസ്നി വളരെ വലിയ സാത്വികനായ ഒരു ഇമാമാ. മഹാനവറുകളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയം വീട്ടിൽ പട്ടിണി വന്നാൽ, എവിടെയെങ്കിലും വിഷമം നേരിടുന്ന സാഹചര്യം ഉണ്ടായാൽ, ആ പട്ടിണി ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുന്ന സമയം എത്തിക്കഴിഞ്ഞാൽ, വിശപ്പ് വന്ന കുടുംബത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ കുടുംബത്തോട് പറയുമത്രേ, ഖൂമൂ ഫസല്ലൂ, കിടന്നുറങ്ങാതെ എഴുന്നേക്കൂ, നിങ്ങൾ നമസ്കരിക്കൂ. എന്നിട്ട് മഹാനവറുകളും ഓതുന്നത് ഈ ആയത്ത് തന്നെയാണ്. ചിന്തിക്കണേ എന്റെ പെങ്ങളെ, ഭർത്താവ് വീട്ടിൽ വന്നു, രാത്രി കിടന്നുറങ്ങി, നേരം വെളുത്താലും എഴുന്നേക്കുന്നില്ല. എന്തേ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഈ നാട്ടില് ഏതെങ്കിലും ഒരു ഭർത്താവ് വീട്ടിൽ വന്നിട്ട് നേരത്തെ എഴുന്നേക്കാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞ, ആ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന് ആ വീട്ടില് ബറക്കത്തുണ്ടാകുമോ? ഭാര്യ നിസ്കാരമില്ലാതെ കിടന്നുറങ്ങുന്നു, ആ വീട്ടില് ബറക്കത്തുണ്ടാവോ? എന്തൊക്കെ നമ്മൾ ചെയ്താലും നിസ്കാരമില്ലാത്ത വീട്ടിൽ അല്ലാഹു നമുക്ക് ഭക്ഷണം തരില്ല, പട്ടിണിയായിരിക്കും. അല്ലാഹു തആല നമുക്ക് ഭക്ഷണം തരാൻ രണ്ടാമതായി പറഞ്ഞത് നിസ്കാരമാണ്. കുടുംബത്തെ കൃത്യമായി ഇത് ബോധ്യപ്പെടുത്തണം.
ബോധ്യപ്പെടുത്തണം. ഭർത്താവിനെ ജോലിക്ക് വിട്ടാൽ മാത്രം പോരാ, നീ വീട്ടിലിരുന്ന് നമസ്കാരമുള്ളവളായി മാറണം. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ഭർത്താവ് പ്രസവിച്ച ഉടനെ പ്രസവത്തിന്റെ വേദന വിട്ടുമാറും മുമ്പ്, ഗർഭാശയത്തിന്റെ നനവ് വിട്ടുമാറും മുമ്പ്, ചോര പൈതലിന്റെ കാലിന്റെ ഇളം ചുവപ്പ് വിട്ടുമാറുന്നതിന് മുമ്പ് ജലരഹിതവും ജനരഹിതവും ഫലരഹിതവും ജനശൂന്യവും ഫലശൂന്യവും ജലശൂന്യവുമായ മസ്ജിദുൽ ഹറമിന്റെ ചാരത്ത് മരുപ്പച്ച അകലെയായ മരുഭൂമിയുടെ മാറിടത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനെയും കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് മാറി നിന്നിട്ട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തെന്നറിയോ? പടച്ചോനെ, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. പരിശുദ്ധ കഅബയുടെ അടുത്ത് ഫലരഹിതമായ ഈ മണ്ണില് ഞാൻ എന്റെ ഭാര്യയും സന്താനത്തെയും ഉപേക്ഷിക്കുകയാ തമ്പുരാനെ. എന്തിനാന്നറിയോ? എന്തിനാണ് ഞാൻ ഇവിടെ ഈ പള്ളിയുടെ അടുത്ത്, ഈ ഹറമിന്റെ അടുത്ത് ഞാൻ എന്റെ മോനെയും എന്റെ ഭാര്യയും ഉപേക്ഷിച്ചു പോകുന്നത്? അവര് നിസ്കാരമുള്ളവരാകാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി ദുആരക്കാണ്, പടച്ചോനെ, റബ്ബനാ ലിയുഖീമുസ്സലാ ഫജ്അൽ അഫ്ഇദത്തം മിനന്നാസി തഹ്വി ഇലൈഹിം. ശ്രദ്ധിച്ചോ, ഫജ്അൽ അഫ്ഇദത്തം മിനന്നാസി തഹ്വി ഇലൈഹിം. അല്ലാഹുവേ, ഒരു മനുഷ്യനെ ഇവിടെ കാണാനില്ല, എന്റെ ഭാര്യയും എന്റെ കുഞ്ഞല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ല. അതാകട്ടെ, ഞാൻ കാത്തിരുന്ന് മഴ കാത്തിരുന്ന വേഴാമ്പലിന്റെ കളകൂജനം പോലെ ജീവിതത്തിന്റെ അവസാനം കിട്ടിയ ഒരു മകൻ. ആ മകനെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഉപേക്ഷിക്കുകയാണ്. എന്തിനാണ് ഞാൻ ഉപേക്ഷിക്കുന്നതെന്നറിയോ? റബ്ബനാ ലിയുഖീമുസ്സലാ, ഈ പള്ളിയുടെ ചാരത്ത് കൊണ്ടുവന്ന് ഞാൻ എന്റെ ഭാര്യയും മകനെയും ഉപേക്ഷിക്കുന്നത് ഇവര് നിസ്കാരമുള്ളവരാകാൻ വേണ്ടിയാണ്. പള്ളിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് പള്ളിയോട് ബന്ധപ്പെട്ട് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് പറയുന്നത് പോലെ പള്ളിയുടെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഉപേക്ഷിക്കുന്നത് എന്റെ സന്താനങ്ങൾ നിസ്കാരക്കാരാകാൻ വേണ്ടിയാണ്. ഇത് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി പറയുന്നു, അല്ലാ, ഇവിടെ ഒരു മനുഷ്യനില്ല, ഇവിടേക്ക് നീ ജനങ്ങളെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. തഹ്വീലേഹിം, എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങോട്ടാക്കി കൊടുക്കണേ തമ്പുരാനെ. ആക്കിയില്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും ഒരാള് ഈ ജമാഅത്ത് കമ്മിറ്റി പറയാണ്, ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് റബീഉൽ അവ്വലിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാൻ ഒരു അവസരം, നിങ്ങൾ ഏത് സ്ഥലം പറയും? മണാലിയ, മസനക്കുടി വഴി ഊട്ടിക്ക, ഏത് പറയും? മക്ക, മദീന. എനിക്ക് മക്കത്ത് ഹറമിലൊന്ന് പോകണം, അതല്ലേ പറയുള്ളൂ. അന്ന് ഒരു മനുഷ്യനും ഇല്ല, ഒരു ഭാര്യ, ഒരു കുട്ടി. ഭർത്താവ് മാറി പാറയുടെ പിന്നിൽ ഒളിച്ചു നിന്നിട്ട് ദ്വാരക്ക, പടച്ചോനെ, ഞാൻ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോകുന്നത് എന്തിനാണെന്നറിയോ? ഒരു നിസ്കാരക്കാരാകാൻ വേണ്ടിയാണ്. ഇപ്പൊ ആരും ഇല്ലെങ്കിലും ജനങ്ങളെ മുഴുവനും അവരിലേക്ക് നീ ആകർഷിപ്പിക്കണേ തമ്പുരാനെ. തീരുന്നില്ല, വർസുഖുഹും മിനസ് സമറാത്ത്, നീ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണേ അല്ലാ. കൊല്ലത്ത് നിന്നാണ് അണ്ടിപ്പരിപ്പ് കയറ്റി അയക്കുന്നത്. പക്ഷേ മക്കത്ത് പോയാൽ ഒരു അണ്ടിപ്പരിപ്പുമായിട്ട് കൊല്ലത്തുകാരൻ തിരിച്ചു വരും. അവിടെ ആലപ്പുഴയിൽ നിന്ന് ചെമ്മീൻ കയറ്റി മക്കത്ത്, അവിടെ പോകുന്നവൻ ഒരു കവർ ചെമ്മീനും വാങ്ങി ആലപ്പുഴയിലേക്ക് തിരിച്ചു വരും. പാലക്കാട് നിന്ന് മാങ്ങ കയറ്റി അയക്കും, അവിടെ പോയി ഒരു കിലോ മാങ്ങയും വാങ്ങിച്ച് നേരെ എവിടെ വരും? പാലക്കാട്ടേക്ക് വരും. എന്താ കാര്യം? അവിടെ കിട്ടുന്ന സാധനങ്ങൾ വിഷമുള്ളതല്ല, നല്ല പ്യൂർ സാധനങ്ങളാണ്. ഇവിടെ ആണെങ്കിലോ വയറ്റിൽ നിന്ന് പോകുന്നത് പരിശോധിക്കാൻ മുക്കിന് ലാബ്, വയറ്റിലോട്ട് പോകുന്നത് പരിശോധിക്കാൻ ലോകത്ത് ഒരു ലബോറട്ടറി ഇല്ല, അല്ലേ? എല്ലാം വിഷം, കഴിക്കുന്നതൊക്കെയും വിഷം. നല്ല സാധനം കിട്ടണമെങ്കിൽ മക്കത്ത് പോയി വാങ്ങി കഴിക്കണം. എന്താ കാര്യം? അള്ളാഹുവിനോട് ഇബ്രാഹിം നബി ദുആ ചെയ്ത് ഇതിപ്പോ ലൈവ് നോക്കി അറിയാം, കുറെ ഹൈവാന്മാരുണ്ട്, എല്ലാം കാക്കമാരാ. ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ കമന്റ് അടിക്കുന്നു. ഇവരൊക്കെ വേറെ ഒരു ജോലിയില്ല. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് കമന്റ് എഴുതിക്കണം. നീയൊക്കെ അടിച്ചോ, എന്റെയൊക്കെ വിരല് എപ്പോഴാണോ തളരുന്നത് അതുവരെ കുത്തിക്കുറിച്ചോണ്ടിരുന്നോ. നമ്മൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുന്ന അവിടെ നിന്നാ, നല്ല സാധനങ്ങൾ.
ആ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടാൻ കാരണം ഇബ്രാഹിം നബിയുടെ ദുആയാണ്. മക്കത്ത് കിട്ടാത്ത എന്താണ്? അല്ലാഹുവേ, നീ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഒരു ഇല, ഒന്നുമില്ല. ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ ദുആ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ട് കാര്യങ്ങൾ ഇബ്രാഹിം നബി ദുആയിരുന്നു. എന്താ? ഒന്ന്, ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഈ കുടുംബത്തിലേക്ക് തിരിയണം. രണ്ട്, ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കണം. ഈ രണ്ട് ദുആ ചെയ്തു. അതിന് ഇബ്രാഹിം നബി അള്ളാന്റെ അടുത്ത് വെച്ച വസീല എന്ന് പറഞ്ഞ മാധ്യമം അല്ലെങ്കിൽ ഡിമാൻഡ്, റീസൺ എന്തായിരുന്നു? പടച്ചോനെ, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോവാൻ, എല്ലാ ആളുകളും ഇവരെ തേടി ഇവിടെ വരണം, ഇവർക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം. അതിന് പടച്ചോനെ, ഞാൻ ഇവരെ പാകപ്പെടുത്തിക്കൊള്ളാം. ആ പാകപ്പെടുത്തൽ നിസ്കാരമുള്ളവരാകാൻ വേണ്ടിയാണ്. നിസ്കാരമുള്ളവനെ എല്ലാവരും ഇഷ്ടപ്പെടും സഹോദരങ്ങളെ. താരിഖു സ്വലാത്തിനെ ഒരുത്തനും ഇഷ്ടപ്പെടൂല. നിസ്കാരമുള്ളവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം നിസ്കാരമുള്ളവനാണ്. ഞാൻ ഈ ലൈവ് ഉള്ളത് കൊണ്ട് പ്രശ്നമാണ്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, പണ്ടൊരു മുഅദ്ദിൻ പള്ളിയില് ആ സമയത്ത് കയറി ബാങ്ക് വിളിച്ചു. വേങ്ങര പള്ളിയില് സമയത്തല്ലാതെ ഒരു ബാങ്ക് കേട്ടാ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെന്തോ പിണക്കം പോലെയാണല്ലോ. എന്ത് ചെയ്യും? വേങ്ങര പള്ളിയിൽ അസമയത്തിന് ബാങ്ക് കേട്ടാ എന്ത് ചെയ്യും? ആളുകൾ ഓടിക്കൂടും. ഈ പള്ളിയിൽ നിന്ന് അസമയത്തിന് ബാങ്ക് കേട്ടു. പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും എല്ലാവരും വടിയും തടിയും കമ്പും ഒക്കെ ആയിട്ട് നേരെ പള്ളിയിലേക്ക് അങ്ങ് വന്നു. എന്തോ പള്ളിയിൽ സംഭവിച്ചു. ഇല്ലെങ്കിൽ ഈ സമയത്തൊരു ബാങ്ക് കേൾക്കൂല. അപ്പോ ഒരു രാജ്യം കീഴടക്കിയ അഹങ്കാരത്തോടെ മുഅദ്ദിൻ പള്ളിക്കകത്ത് നിന്ന് പുറത്തേക്ക് വന്നു. എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. മോദിയും പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്റെ ബാങ്ക് കേൾക്കാറുണ്ടല്ലേ? ഞാൻ എത്രയോ 5 നേരം ബാങ്ക് വിളിക്കുന്നു, ഇതുവരെയും ഒരാൾ ഇവിടെ വന്നിട്ടില്ല. സമയത്ത് ബാങ്ക് വിളിച്ചിട്ട് ഒരാളും ഈ പള്ളിയിൽ വന്നിട്ടില്ല. അസമയത്ത് ബാങ്ക് വിളിച്ചപ്പോ നിങ്ങളൊക്കെ വന്നു. നിങ്ങൾ എന്റെ ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്നൊരു ടെസ്റ്റ് നടത്തിയതാ ഞാൻ. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്റെ ബാങ്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മുടെ പള്ളിയിൽ ഒരു ദിവസം ബാങ്ക് വിളിച്ചില്ലെങ്കിൽ നമ്മൾ ചോദിക്കും, ഇന്നെന്താ ബാങ്ക് കേൾക്കാത്തെ? ആ ബാങ്ക് കേൾക്കാത്ത വിവരം ചോദിക്കും. അതെന്തിനാണ്? ആ ബാങ്ക് കേട്ടിട്ട് എന്തെങ്കിലും പണിയെടുക്കണോണ്ടല്ല. മുഅദ്ദിന് പിന്നെ നമ്മൾ എന്തിനു ശമ്പളം കൊടുക്കുന്നത്? ഒരു മിനിറ്റ് ഇമാം ഒന്ന് താമസിച്ചു പോയാൽ പിന്നെ ആ മഹലിൽ എന്തൊക്കെ ഖല്ലത്തുകളാ ഒന്ന് ചിന്തിച്ചു നോക്കി. അതേസമയം നമസ്കാരം നിർവഹിക്കാത്ത ആളുകൾ പോലും, ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കണം. ഇത് നമുക്ക് വേണ്ടിയാണ്. പള്ളി ഇങ്ങനെ മനോഹരമായി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നു, ഈ പള്ളി ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളുടെയും സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഹിന്ദുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേങ്ങറയില്? പോത്ത് വരുന്നത് 27 രാവിലെ 27 രാവിലെ ഒരു മൃഗത്തെ വാങ്ങിക്കൊടുക്കും ഇവിടത്തെ ഹൈന്ദവ സഹോദരങ്ങൾ. ഈ സൗഹാർദ്ദത്തെ തകർക്കാൻ ലോകത്ത് എന്തിനെങ്കിലും കഴിയൂല. ഒരാൾക്കും കഴിയില്ല. ഞാൻ നബിദിനത്തിന് 2 ദിവസം മുമ്പ് കല്ലമ്പലത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. ആ സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ 2 ചെറുപ്പക്കാര് പിരിവിനോടി നടക്കുകയാണ്. ലേലം വിളിക്കാൻ നടക്കുന്നു, ബക്കറ്റ് കളക്ഷൻ എടുക്കുന്നു. അപ്പൊ അവരുടെ ഉത്സാഹം കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായി ആ കുട്ടികളോട് താല്പര്യം തോന്നി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ സംഘാടകർ പറഞ്ഞു, ഉസ്താദേ, ഈ 2 പേര് നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളാണ്. ഈ സൗഹാർദ്ദം ഇവിടെ പൊട്ടുതൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മകനും കുരിശുമാലയണിഞ്ഞ അമ്മയുടെ മകനും ഐക്യപ്പെട്ട് സാഹോദര്യത്തോടെ കഴിയുന്നൊരു നല്ല നാളെയാണ് നമുക്ക് വേണ്ടത്. ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ ഒരു മൃഗത്തെ വാങ്ങിയിട്ട് 27 രാവിലെടുത്ത വിശ്വാസികൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാവരും കേൾക്കണം. ഇത് കൊല്ലം ജില്ലയാണ്, കരുനാഗപ്പള്ളിയാണ്, വേങ്ങറ എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഇവിടത്തെ സമുദായത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാര് ഇവിടെ വലിയ രീതിയിലുള്ള സഹകരണമാണ് നടത്തുന്നത്. എത്ര ലക്ഷം? ഒരു വർഷം 4 ലക്ഷത്തിലധികം രൂപ ജാതിയും മതവും ഒന്നും നോക്കാതെ ചികിത്സയ്ക്കും ഭക്ഷണത്തിനും നൽകുന്നു നമ്മുടെ മഹല്ല. ഈ പള്ളി ആകെ എത്ര? 200 വീടാ.
260 വീടുകളുള്ള ഈ ചെറിയൊരു മഹല്ല്, 260 വീടുകൾ മാത്രമുള്ള ചെറിയൊരു മഹല്ലാണ്. എന്നെ കേൾക്കുന്ന ലൈവ് കേൾക്കുന്ന സഹോദരങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, 260 കുടുംബമുള്ള ഈ ചെറിയ ഒരു മഹല്ല്, ഇവിടെ വർഷത്തിൽ 4 ലക്ഷം രൂപ, 4 ലക്ഷത്തിലധികം രൂപ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം എന്ന വേർതിരിവില്ലാതെ ഭക്ഷണത്തിനും ചികിത്സയ്ക്കും വേണ്ടി കൊടുക്കാൻ. എന്തൊരു മനോഹരമായ ഒരു സംസ്കാരം, സംസ്കൃതി അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന്റെ പരിഹാരം സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് വേങ്ങറപ്പള്ളി. നമുക്കറിയില്ല, പണ്ടുള്ളവർ പറയും എന്തെങ്കിലും പ്രശ്നം വരുമ്പോ പോയി എവിടെ പറയണം, എന്ത് പറഞ്ഞാലും പോയി പള്ളി പറയണമെന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? പള്ളി പറഞ്ഞ പരിഹാരമുണ്ട്. ഇന്ന് പള്ളി നടക്കുന്ന കാര്യങ്ങൾ ചായക്കടയിലാ പരിഹാരം കാണുന്നത്. തലതിരിഞ്ഞ സംസ്കാരമായി പോയി. അപ്പോഴും ഇവിടെ ആ പ്രാമാണികമായ ആ ഒരു ശൈലി പിന്തുടരുന്നു. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായ പള്ളിയിൽ നമസ്കാരത്തിന് ചെറുപ്പക്കാര് സജീവമാകണം, ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമസ്കാരത്തിലൂടെ പടച്ചവൻ നമുക്ക് യഥേഷ്ടം ഭക്ഷണം തരുമെന്ന് അല്ലാഹു പറയുമ്പോ, സഹോദരങ്ങൾ, ഏറ്റവും കൂടുതൽ അടിമയായ നമ്മൾ ഉടമയായ പടച്ചവനോട് അടുക്കുന്നത് എപ്പോഴെന്നറിയോ? ഉളഹിയയ്ക്ക് മൃഗത്തെ അറുക്കുമ്പോഴല്ല, 27 ആരാവിന് ഇഴ്തികാഫിരിക്കുമ്പോഴല്ല, ഒരു വെള്ള തുണിയിൽ ഒരു വെള്ളമുണ്ടൊടുത്തൊരു വെള്ളമുണ്ട് പുറച്ചുകൊണ്ട് കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബാലയത്തിലേക്ക് കഥനകഥകൾ പറഞ്ഞ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ യാത്ര തിരിക്കുമ്പോ, അപ്പോഴല്ല പടച്ചവനോട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. ഏത് സമയത്താ നമ്മൾ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നതെന്നറിയോ? ഒരു മനുഷ്യൻ അവന്റെ ആരുടെ മുന്നിലും കുനിക്കാത്ത ശിരസ്, ആരുടെ മുന്നിലും കുനിക്കാത്ത അന്തസ്സിന്റെ, ഇസ്സത്തിന്റെ, ആഭിജാത്യത്തിന്റെ തല, അത് നടന്നു പോകുന്ന നിലത്ത് വെച്ചിട്ട് അവന്റെ പൃഷ്ഠഭാഗം തലയേക്കാൾ ഉയർത്തി വെച്ചിട്ട് അവൻ പറയുന്നത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, അത്യുന്നതനായ നിനക്കാണ് സർവസ്തുതി അല്ലാഹ്, നീയാണ് സർവസ്തോത്രത്തിന് ഉടമസ്ഥൻ തമ്പുരാനെ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോഴാ അഖറബുമായ ഖൂലുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു, സുജൂദ് ചെയ്യുമ്പോഴാണ് ഒരു അടിമ ഉടമയോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. ആ സുജൂദിൽ നമ്മൾ കിടക്കുന്നത് എങ്ങനെയാണ്? ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ സമ്പന്നനായ ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബ് ഞാൻ കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ സുജൂദിൽ കിടക്കാതിരിക്കുവോ? അല്ലെങ്കിൽ സൗദിയുടെ ഭരണാധികാരി സൽമാൻ രാജാവോ, കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സൗദിയുടെ കിരീടാവകാശിയാണ്, ഇവിടുത്തെ ഭരണാധികാരിയാണ്, രാജാവാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സുജൂദിൽ കിടക്കാതിരിക്കുമോ? സമ്പന്നനും സുജൂദിൽ വീഴു, ധനാഢ്യനും സുജൂദിൽ വീഴു, അധികാരിയും സുജൂദിൽ വീഴു. ആ സുജൂദ് എങ്ങനെയാണെന്നറിയോ? ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. 6 മാസം കഴിഞ്ഞ് 7 8 മാസം എത്തുമ്പോ എങ്ങനാ നമ്മൾ വീട്ടിൽ നടന്നത്? മുട്ടിലിഴഞ്ഞിട്ടല്ലേ നടന്നത്? മുട്ടിലിഴഞ്ഞിട്ടല്ലേ നടന്നത്? നമ്മൾ ചെറിയ പ്രായത്തിൽ 8ാം മാസത്തിൽ എങ്ങനാണ് വീട്ടിൽ നടന്നത്? മുട്ടിലിഴഞ്ഞിട്ടല്ലേ നടന്നത്? 2 കാൽമുട്ട് നിലത്തു വെച്ച് 2 കൈയും നിലത്തു വെച്ചിട്ടല്ലേ നമ്മൾ നടന്നത്? അതേപോലെയാണ് സമ്പന്നൻ കിടക്കുന്നത്, അതേപോലെയാണ് ധനാഢ്യൻ കിടക്കുന്നത്, അതേപോലെയാണ് അധികാരി കിടക്കുന്നത്. ആരുടെ മുന്നിലാണ്? അള്ളാന്റെ മുന്നിലതാ പഞ്ചപുച്ഛമടക്കിയിട്ട് നമ്രശിരസ്കരായി കുഞ്ഞുങ്ങളെ പോലെ മുട്ടിലിഴഞ്ഞ് കിടക്കുന്ന സുജൂദ്. ആ സുജൂദ് ഒന്ന് ചെയ്തിട്ട് എഴുന്നേറ്റിരിക്കുകയാ. ഇനി അടുത്തതും സുജൂദ് തന്നെയാണ്. ഈ 2 സുജൂദിന്റെ ഇടയിൽ നമ്മൾ പറയുന്നത് എന്തെന്നറിയോ? പറയേണ്ടത് എന്തെന്നറിയോ? റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 കാര്യം
7 കാര്യങ്ങളാ പടച്ചവനോട് ചോദിക്കുന്നത്. 2 സുജൂദിന്റെ ഇടയിലാണെന്ന് ചിന്തിക്കണം. ഈ 2 സുജൂദിന്റെ ഇടയിൽ നമ്മൾ ചോദിക്കുന്ന 7 കാര്യങ്ങളാ. എപ്പോഴാ നമ്മൾ ചോദിക്കുന്നത്? റബ്ബുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പത്തിനിടയിലാ ചോദിക്കുന്നത്. എന്താ 7 കാര്യങ്ങള്? ഒന്ന്, നമ്മളെ പാപം പൊറുക്കാൻ റബ്ബി ഗഫിർലി. രണ്ടാമത്തേത് വർഹംനി, റഹ്മത്ത് ചോദിക്കുന്നു. മൂന്നാമത്തേത് വജ്ബുർലി, ഞങ്ങളെ പരിഗണിക്കണേ തമ്പുരാനെ. നാലാമത്തേത് വർഫഇനി, ഞങ്ങളെ എല്ലാ മേഖലകളിലും ഉയർത്തണേ അല്ലാ. ഉദ്യോഗ തലങ്ങളിൽ ഞങ്ങളെ ഉയർത്തണേ തമ്പുരാനെ. പിന്നെ ചോദിക്കുന്നത് വർസുഖുനി, ഞങ്ങൾക്ക് ഭക്ഷണം തരണേ അല്ലാ. വീണ്ടും ചോദിക്കുന്ന വഹ്ദിനി, ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ലാ. പിന്നെ ചോദിക്കുന്ന വആഫിനി, ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാ. അർത്ഥമറിഞ്ഞ് എത്ര പെങ്ങന്മാരായത് പടച്ചോനോട് ചോദിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണം, എനിക്ക് കരുണ ചൊരിയണം, എന്നെ പരിഗണിക്കണം, എന്നെ ഉയർത്തണം, എനിക്ക് ഭക്ഷണം തരണം, എനിക്ക് നീ ഹിദായത്ത് തരണം, എനിക്ക് നീ ആഫിയത്ത് തരണമെന്ന് എത്ര പേര് നന്നായിട്ട് 2 സുജൂദിന്റെ ഇടയിൽ ചോദിച്ചിട്ടുണ്ട്. ആ ചോദിക്കുന്നതിൽ 5ാമതായി ചോദിക്കുന്നത് വർസുഖുനി, എന്നെ പട്ടിണിക്കിടല്ലേ അല്ലാ. ഇത് 2 സുജൂദിന്റെ ഇടയിലാകുമ്പോ റബ്ബ് സ്വീകരിക്കാതിരിക്കുവോ? അത് നിസ്കാരത്തിലാണ്. അതുകൊണ്ട് നമസ്കാരം നിലനിർത്തണം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുക. അല്ലാഹ് ഭക്ഷണം തരും, മറക്കരുത്.